വരുമാനമുണ്ടാക്കാൻ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഫയലുകളിൽ ഉറങ്ങുമ്പോഴും കഴിഞ്ഞ വർഷം മാത്രം മദ്യവിൽപ്പനയിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തിയത് 18,500 കോടി രൂപയാണ്. IT വ്യവസായ പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല. വീര്യം കുറഞ്ഞ മദ്യം ഉൽപാദനം, സ്പിരിറ്റ് ഉൽപാദനം, ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ നവീകരണം തുടങ്ങി മദ്യവ്യവസായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ ഏറെയുണ്ടായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ. പക്ഷേ വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നതാണ് വസ്തുത. അതിനിടെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മദ്യവിൽപ്പനയിലൂടെ മാത്രം 18,515 കോടി രൂപ ഖജനാവിലേക്ക് എത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മദ്യവ്യവസായത്തിലൂടെ സർക്കാരിനുണ്ടായത് ബമ്പർ നേട്ടം. IT ടെക്നോ പാർക്കുകളിലെ മദ്യശാലകൾ എന്ന പദ്ധതി നിയമസഭാ സമിതിയുടെ പരിഗണനയിലാണെന്നാണ് സൂചന. കശുമാങ്ങയുടെ ദൗർലഭ്യം ആണ് പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യോൽപാദനത്തിന് തടസ്സം എന്നാണ് വിശദീകരണം. മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ലാഭകരമല്ലെന്നാണ് കണ്ടെത്തൽ. മദ്യവിൽപ്പനയിലൂടെ ആകെ ലഭിച്ച വരുമാനത്തിൽ 16,000 കോടി രൂപ നികുതി ഇനത്തിൽ ആണെന്നാണ് വിലയിരുത്തൽ. മദ്യവിൽപ്പന ഔട്ട്ലെറ്റുകളുടെ നവീകരണം പോലും യാഥാർത്ഥ്യമാകാൻ വൈകുമ്പോഴാണ് ഖജനാവിനെ തന്നെ പിടിച്ചു നിർത്തുന്ന ഈ വലിയ നേട്ടം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18. ഡാൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഖജനാവിനെ പലപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരു മേഖലയാണ് മദ്യവ്യവസായം. അതിന് വരവിൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അല്ലേ ഡാൻ? അശ്വതി, അതായത് ഈ മദ്യവ്യവസായത്തിലൂടെ സർക്കാർ ഖജനാവിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ എത്തുമ്പോഴും അതിന്റെ നവീകരണം, അതായത് മദ്യവ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റ് മേഖലകളിലേക്ക് കൂടി IT ടെക്നോ പാർക്ക് അടക്കമുള്ള വിവിധ കമ്പനികളിലേക്ക് ഈ മദ്യശാലകൾ തുടങ്ങുന്നതിലൂടെ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ ബജറ്റിലടക്കം ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തത്. വലിയ പ്രാധാന്യത്തോടെയാണ് ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഒക്കെ നടത്തിയത്. അതിൽ തന്നെ ഈ മരച്ചീനിയിൽ നിന്ന് ആ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയ സംഘം സർക്കാരിനെ അറിയിച്ചിരുന്നു. ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ എങ്ങനെ ഇത് ഫലപ്രദമായി ലാഭകരമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദമായ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടുമിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ലാഭകരമായ രീതിയിൽ ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. അതായത് ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ നവീകരണം അടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും അത് നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടു. ആ തടസ്സങ്ങൾക്കിടയിലാണ് ഈ 18,500 കോടി രൂപയുടെ വിറ്റുവരവ് അല്ലെങ്കിൽ ട്രഷറിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇത്ര ഭീമമായ ഒരു തുക. ഇതിൽ തന്നെ ഏതാണ്ട് 16,000 കോടി രൂപ നികുതി ഇനത്തിൽ തന്നെയാണ് ഖജനാവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് കൃത്യമായ പരിഷ്കാരങ്ങൾ ആ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് വാണിജ്യാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിലും ഏറെ ബഹുദൂരം മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു. അത് വലിയ നേട്ടമാകുമായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് അത് വലിയ തരത്തിലൊരു ആശ്വാസമായി മാറുകയും ചെയ്യായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ബജറ്റിലും അതിനു മുമ്പത്തെ ബജറ്റിലുമൊക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ തടസ്സങ്ങൾ നേരിട്ടു.